ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ റെസിപ്പി കാണാം. അതിനു വേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് നന്നായി ഫ്ലഫി ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ ജസ്റ്റ് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക. കുറച്ചായിട്ട് വേണം മിക്സ് ചെയ്യാൻ, ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുകയാണ് ഇതിലേക്ക്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ കേക്ക് ബാറ്റർ കിട്ടാൻ. ഇനി നമ്മൾ ബേക്ക് ചെയ്യണതിൻ്റെ തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുക, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് കേക്ക് ട്രേയിൽ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെച്ചു. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഓൾറെഡി കേക്കൊക്കെ ക്രം കോട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടാം. എൻ്റെ ഇന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ ഡെക്കറേഷൻ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ലെയർ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും വെച്ചിട്ടാണ് ലെയർ ചെയ്തത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പൂക്കളത്തിൻ്റെ ഡെക്കറേഷൻ ചെയ്തത് കേക്കിൻ്റെ മുകളിൽ എന്നുള്ളതാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഡിസൈൻ ക്യാമറയിൽ മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ഡൗട്ട്. എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോർമലി വീട്ടിലൊക്കെ വരയ്ക്കാറുള്ള ഡിസൈൻ തന്നെയാണ്, അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. പിന്നെ നമുക്ക് ഇനി ക്രീം വെച്ച് മുകളിൽ ഫില്ലിങ് വരുന്നതുകൊണ്ടാണ് ഞാൻ അധികം മുകളിൽ ഫിനിഷ് ചെയ്യാതെ വെച്ചത് കേട്ടോ. ഇവിടെ ആരും ക്രീമിൻ്റെ ഫാൻസ് അല്ല, അപ്പോൾ അധികം ക്രീം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. സൈഡിലാണെങ്കിലും ഞാൻ അങ്ങനെ ക്രീം തേച്ചിട്ടില്ല. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഫില്ലിംഗ് പാർട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് ഡിസൈൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഫോം ബേക്കറൊന്നുമല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ബേസിക് ആയിട്ടുള്ള നോസിൽസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എക്സാക്റ്റ്. അപ്പോൾ ഒരു 3-4 നോസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓരോന്നും പൈപ്പിംഗ് ബാഗിലേക്ക് മാറി ഇട്ടിട്ടാണ് ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം പല ടൈപ്പ് ഫ്ലവേഴ്സും നമ്മൾ എടുക്കുമല്ലോ പൂക്കളത്തേക്ക്. അപ്പോൾ പല ഡിസൈൻസും ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ഓരോന്ന് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡിസൈൻ മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇത് തിരുവോണ ദിവസം ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കളേഴ്സ് ആണെങ്കിലും 2 ഡ്രോപ്പ് അല്ലെങ്കിൽ 1 ഡ്രോപ്പ് മാത്രമാണ് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡാർക്ക് കളറാക്കിയിട്ടില്ല. അപ്പോൾ ഇനിയാണ് ഫൈനൽ പാർട്ട്. എൻഡ് പാർട്ടിൽ ഞാനൊരു ഓറഞ്ച് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൂക്കളം കേക്കിൻ്റെ മുകളിൽ നമ്മൾ ക്രീം വെച്ചിട്ട പൂക്കളം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല പാട്ടും കൂത്തും. നോക്കിയപ്പോൾ മാവേലി വന്നിരിക്കുന്നു. അതും കൂടെ ആയപ്പോൾ നമ്മുടെ ഓണം കംപ്ലീറ്റായി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്